അക്കരപ്പുഴയിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം മഴയുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്ന് തോന്നുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാടൻ ആംബിയൻസിലൊരു നാടൻ ബീഫ് കറി വെക്കാം. ഇപ്പോൾ ബീഫിൽ നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടോ, ഇങ്ങനെയുള്ളത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വാരിയെല്ലിൻ്റെ കഷ്ണങ്ങൾ, ഇതൊക്കെ ഇട്ടിട്ട് നാടൻ വിറകടുപ്പിൽ നല്ലൊരു ബീഫ് കറി വെക്കാൻ പോവുകയാണേ. ഇതൊക്കെ ബീഫിന് നല്ല ടേസ്റ്റ് കൂട്ടും. കറി വെക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വെട്ടിക്കൂട്ട് കഷ്ണങ്ങളും എല്ലാം കൂടെ ഇട്ടിട്ട്, അതുപോലെ ഇങ്ങനത്തെ കുറച്ച് നെയ് കഷ്ണങ്ങൾ, എല്ലുകൾ ഒക്കെ ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് നല്ല കഴുകി വാർത്തെടുത്തിട്ട് നാടൻ ബീഫ് കറി വെക്കാം. അപ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന കറിവേപ്പില, അപ്പം നമ്മുടെ ഈ എല്ലിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി, ഇതിലേക്ക് മീറ്റ് മസാല, മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി എപ്പോഴും നമ്മൾ മീറ്റൊക്കെ പാകം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വിറകടുപ്പിൽ പാകം ചെയ്യുമ്പോൾ നമുക്ക് കല്ലുപ്പാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇത് ചട്ടി നിറഞ്ഞിരിക്കുന്നതെന്ന് ആരും ചിന്തിക്കണ്ട. വെന്ത് കഴിയുമ്പോൾ ചട്ടിയൊക്കെ കറക്റ്റ് ആവും കേട്ടോ. പിന്നെ നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ, ഇതൊക്കെ കൂടെ പാകത്തിന് നല്ലോണം നമ്മൾ തിരിഞ്ഞ് പിടിപ്പിക്കാം. അടിയോടെ പിടിപ്പിച്ച ശേഷം നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ച കറിവേപ്പില കൂടെ ഇങ്ങനെ വെച്ച് നമുക്കിനി ഇതിനെ വിറകടുപ്പിൽ കൊണ്ടുവയ്ക്കാം. അപ്പം നമുക്കിതിനെ എടുത്ത് വിറകടുപ്പിലോട്ട് വയ്ക്കാം. പ്രത്യേകിച്ച് ഈ മൺചട്ടിക്കകത്തൊക്കെ വെക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഈ ഇറച്ചീനെ ഒന്ന് മയപ്പെടുത്തി എടുക്കാണ്ടല്ലോ. ഒരു 3-4 ഉലുവ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൊത്ത് ഇട്ടതാ കേട്ടോ. വിറകടുപ്പിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ഷമ വേണം. അപ്പം നമ്മുടെ ബീഫ് ഇതാ വിറകടുപ്പിൽ കിടന്ന് നല്ലോണം അത്യാവശ്യം നല്ലോണം വെന്ത് വറ്റി വന്നിട്ടുണ്ടേ. അപ്പതാ നല്ല എന്താ പറയാ, നല്ല ശരിക്കും നല്ല നാടൻ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കറണ്ട് ഇല്ല, അതുകൊണ്ട് മൊബൈലിന്റെ വെട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അമ്പട
ഈ വാരിയില കട്ടിൻ്റെ ഇറച്ചിയൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ. കഴിച്ചോട്ടെ. ഞാൻ 2-3 കരൾ കഷ്ണങ്ങൾ ഇട്ടിരുന്നു. അങ്ങോട്ട് വെച്ചോ, ഞാൻ കരളെടുത്തിട്ട് വരാം. കണ്ടോ, റബ്ബർ കാട് ബീഫ് എല്ല് സൂപ്പർ കോംബോ ആയിട്ട് കേട്ടോ. ഞാനൊരു കരളെടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? മക്കളെ, ഇതൊക്കെ ഭയങ്കര ഭാഗ്യം പിടിച്ച സംഭവം കേട്ടോ. ഉണക്കമീൻ, ബീട്രൂട്ട് അച്ചാറ്, മോര് കറി, നല്ല എല്ല് കറീൻ്റെ ഗ്രേവി ഇങ്ങനെ എടുത്തിട്ട് ഈ ചോറിനകത്തിട്ട് നല്ലോണം കുഴയ്ക്കുക. എനിക്ക് ശരിക്കും ചോറ് കുറച്ചുകൂടെ വേവണമായിരുന്നു. ഇവർക്ക് എത്ര കാണിച്ചിട്ട് മതിയാവുന്നില്ല കേട്ടോ. എത്ര സംഭവം ഭയങ്കര സൂപ്പർ. വെച്ചതാരാ നോക്കണേ. അടിപൊളി. ശരിക്കും